കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ മലയാളി ആണുങ്ങളുടെ ഒരു വലിയ കൂട്ടം ഒരു ലിങ്കിന് വേണ്ടി കടിപിടി കൂടുകയാണ്. നിരവധി സൈബർ ഗ്രൂപ്പുകളിൽ ദിവ്യപ്രഭ എന്ന നടിയുടെ പേരിൽ പലവിധ പോസ്റ്റുകൾ തുടർച്ചയായി പ്രത്യക്ഷപ്പെടുന്നു. ഏറെ അറപ്പുളവാക്കുന്ന വഷളൻ കമന്റുകളുമായി ഒരു വലിയ ആൺകൂട്ടം ഈ പോസ്റ്റുകൾക്ക് കീഴെ പ്രത്യക്ഷപ്പെടുന്നു. മര്യാദയുടെ സകല സീമകളും ലംഘിച്ചുകൊണ്ടുള്ള അശ്ലീല കമന്റുകളുടെ ഘോഷയാത്രയാണ് പിന്നീട് ഓരോ പോസ്റ്റുകൾക്ക് കീഴിലും. ഈ നൂറ്റാണ്ടിലും ഇത്രമാത്രം ലൈംഗിക ദാരിദ്ര്യമാണോ മലയാളികൾക്ക് എന്ന് ആ കമന്റുകളിലേക്ക് നോക്കിയാൽ ആരും ചോദിച്ചു പോകും. ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി നിലകൊണ്ട ഏറെ കലാമൂല്യമുള്ള ഒരു സിനിമയിലെ ഏതാനും സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഒരു സീനാണ് മലയാളി ആൺകൂട്ടത്തിന്റെ ഞരമ്പുകൾക്ക് പ്രശ്നമാകുന്നത്. ഇന്ത്യയിലെ എല്ലാ ചലച്ചിത്ര പ്രവർത്തകർക്കും അഭിമാനമാവുന്ന വിധത്തിൽ കാൻ മേളയിലെ ചുവന്ന പരവതാനിയിൽ അംഗീകാരങ്ങളുടെ നൃത്തം ചവിട്ടിയ ചലച്ചിത്ര പ്രവർത്തകരെ ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവരുടെ ഒരു കൂട്ടം ഇവിടെ ഇരുന്ന് പരിഹസിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ലോകത്തിന് മുന്നിൽ മലയാളികൾ നാണം കെടുന്ന അവസ്ഥ. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രമാണ് ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്. ഇന്ത്യൻ സിനിമയ്ക്ക് അപൂർവമായി ലഭിച്ച ഈ നേട്ടത്തെ സിനിമാ ലോകവും മാധ്യമങ്ങളും ഭരണകൂടവും എല്ലാം ഏറെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. സിനിമയിൽ മുഖ്യ കഥാപാത്രങ്ങളായി എത്തിയവരിൽ മിക്കവരും മലയാളികളായതിനാൽ കേരളത്തെ സംബന്ധിച്ച് ഈ നേട്ടം ഏറെ അഭിമാനകരമായ ഒന്നായിരുന്നു. പായൽ കപാടിയ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കനി കുസൃതി, ദിവ്യപ്രഭ, ഹൃദു ഹാറൂൺ തുടങ്ങിയവരാണ് മുഖ്യ കഥാപാത്രങ്ങളായി എത്തിയത്. ഇക്കഴിഞ്ഞ നവംബർ 22-ന് കേരളത്തിലെ തിയേറ്ററുകളിൽ സിനിമ റിലീസിനെത്തി. ലോക സിനിമയുടെ മാറ്റങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കുന്ന ഒരു ഇന്റർനാഷണൽ സിനിമ നമ്മുടെ നാട്ടിൽ നിന്നും സംഭവിക്കുമ്പോൾ ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയത്തെയും അതിൻ്റെ കലാപരമായ സവിശേഷതകളെയും കുറിച്ച് ചർച്ച ചെയ്യേണ്ടതിന് പകരം മലയാളികളിൽ ഒരു വിഭാഗം ചർച്ച ചെയ്തത് ആ സിനിമയിലെ ഏതാനും സെക്കൻഡുകൾ ദൈർഘ്യമുള്ള ന്യൂഡിറ്റിയെക്കുറിച്ചാണ്. ദിവ്യപ്രഭ, കനി കുസൃതി എന്നീ നടിമാരെ സ്ലട്ട് ഷെയിം ചെയ്തുകൊണ്ട് നിർവൃതി അടയുകയാണ് ഈ ആൺകൂട്ടം. സിനിമ എന്ന ഒരു കലാസൃഷ്ടിക്കും അത് മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയത്തിനും വേണ്ടി അഭിനയത്തിലൂടെ ശരീരത്തിൻ്റെ സകല സാധ്യതകളെയും സർഗാത്മകമായി പ്രയോഗിക്കുന്ന കലാപ്രവർത്തകരാണ് കനി കുസൃതിയും ദിവ്യപ്രഭയും. അസാമാന്യമായ അവരുടെ പ്രകടനത്തെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കലാസ്വാദകർ ഏറ്റെടുക്കുമ്പോഴാണ് അവരുടെ ഈ സ്വന്തം നാട്ടിൽ നിന്ന് ഇത്രയ്ക്ക് ലജ്ജാകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് ഒരു പുരസ്കാരം നേടുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഈ നാട്ടിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നാണ് ദിവ്യപ്രഭ നൽകുന്ന മറുപടി. ഒരു അഭിനേതാവിന് അയാളുടെ ശരീരം ഒരു ഉപകരണമാണെന്നും മുന്നിലെത്തുന്ന തിരക്കഥയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അവകാശവും നമുക്കുണ്ടെന്നും ദിവ്യപ്രഭ പറയുമ്പോൾ ആ മറുപടിയിൽ ഇച്ഛാശക്തിയും നിലപാടുമുള്ള ഒരു ചലച്ചിത്ര പ്രവർത്തകയുടെ കരുത്തുണ്ട്. മലയാളി പുരുഷന്മാരുടെ സാമ്പ്രദായിക ഭാവനകളിലുള്ള നായികാ സങ്കല്പങ്ങൾക്ക് പുറത്തുള്ളവരാണ് ദിവ്യപ്രഭയും കനി കുസൃതിയുമെല്ലാം. ലോകത്തിൻ്റെയും കാലത്തിൻ്റെയും സിനിമയുടെയും പരിണാമങ്ങൾക്കൊപ്പം കലയും കരിയറും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്നവർ. ചിന്തകൾക്ക് വികാസമില്ലാത്തവരുടെ കൂട്ടത്തിൽ നിന്ന് ഇനിയും നിങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായേക്കാം. ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് പോലൊരു ഗ്ലോബൽ സിനിമയെ തുണ്ടുപടമെന്ന് വിളിച്ച് കളിയാക്കുന്നവർ ഇന്നാട്ടിൽ ഇനിയും ധാരാളം ഉണ്ടായേക്കാം. അതൊന്നും ഗൗനിക്കാതെ നിങ്ങൾ ഇനിയും ഇതുപോലുള്ള കരുത്തുറ്റ കഥാപാത്രങ്ങളുമായി സിനിമാ ജീവിതം തുടരൂ. സിനിമയുടെ മറ്റൊരു ലോകം നിങ്ങൾക്ക് മുന്നിലുണ്ട്.